നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് 20 യുവാക്കൾ വന്ന്, അല്ല, ഒരു സംഘം യുവാക്കൾ വന്ന് 20 രാത്രി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് മദീനയിൽ താമസിച്ച്. അവർ വിദൂരതയിൽ നിന്നാണ് വന്നത്. 20 ദിവസം അവർ പാർത്ത് ദീന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ യുവാക്കൾ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ദിവസം അവരെ ദീൻ പഠിപ്പിച്ചു. മാലിക് ഇബ്നുൽ ഹുവൈരിസ് പറയാണ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹീമൻ റഖീഖൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹീമൻ റഖീഖൽ ഖൽബ്, കരുണയുള്ള പ്രവാചകനായിരുന്നു, ലോല ഹൃദയനായിരുന്നു. അപ്പോൾ 20 ദിവസം ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് വേറിട്ടിട്ട് വന്ന് താമസിക്കാനുള്ള ദീന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടല്ലേ, കാരണം കുടുംബത്തെ വിട്ടിട്ടാണല്ലോ വന്ന് പാർക്കണത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞ്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയിക്കോളി, നിങ്ങൾ ദീനനുസരിച്ച് ജീവിക്കുക, അവർക്കിടയിൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തി ജീവിക്കുക തുടങ്ങിയ വസിയത്ത് കൊടുത്തിട്ട് അവരെ തിരിച്ചയച്ചു എന്നാണ്. ഇവിടെ മാലിക് ഇബ്നുൽ ഹുവൈരിസ് പഠിപ്പിക്കുന്നത് എന്താ? റസൂലുള്ളാഹി റഹീമായിരുന്നു, കാരുണ്യമുള്ള റസൂലായിരുന്നു, ലോല ഹൃദയനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അവസ്ഥ റസൂലുള്ളാഹി മനസ്സിലാക്കിയിട്ട് ഞങ്ങളെ പിന്നെ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മദീനയിൽ കെട്ടിയിടാതെ തടഞ്ഞു വെക്കാതെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചയച്ചു എന്നാണ് പറയുന്നത്. എല്ലാം അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിൽ അരുളപ്പെടാൻ നമ്മൾ അന്യോന്യം കരുണ കാണിക്കണം, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം എന്നുള്ളതാണ്. മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂന ഫീമാ ബൈനഹും ഇല്ലാ നസലത് ഫീഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടാൻ? അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒന്നിച്ചുകൂടി അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതി അതിനെ പഠന വിധേയമാക്കുക, മുദാറസ നടക്കുക. എങ്കിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിയിട്ടുള്ള പഠനമാണ് നടക്കുന്നത് എങ്കിൽ എന്താ പറഞ്ഞത്? അവരിലേക്ക് സക്കീനത്ത്, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം പെയ്തിറങ്ങും. വഗശിയതുഹുമുർ റഹ്മ, റഹ്മത്ത് അവരെ പൊതിയുമെന്നാണ്. അള്ളാഹിൻ്റെ റഹ്മത്ത് പൊതിയും. അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടാൻ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒത്തുകൂടിയിട്ട് ദീന് പഠിക്കുക, ഖുർആൻ മനസ്സിലാക്കുക, ഇതൊക്കെ കരണീയമായ പ്രവർത്തനമായിട്ടാണ് ഈ സത്യദീൻ നമ്മളെ ഉണർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് എത്ര, അത് എവിടെ, എങ്ങനെ, അത് അള്ളാഹുവിനെ അറിയും. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ഇരക്കുകയും നമ്മളാൽ നിർവഹിക്കേണ്ടതായ അമലുകൾ നമ്മൾ നിർവഹിക്കുകയും ചെയ്യുക. ഇന്ന് നമ്മൾ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്തവരാണ്. സൂറത്ത് കഹ്ഫിൽ നമ്മൾ വായിക്കണ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താ? നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പരമാർത്ഥമുണ്ട്. അതെന്താ? അത് സൂറത്ത് കഹ്ഫിൽ വിശ്വാസികൾ, ഗുഹാവാസികൾ, അവർ അന്യോന്യം അടക്കം പറഞ്ഞൊരു വിഷയമാണ്. വൈദ് ഇഅ്തസൽതുമൂഹു വമാ യദ്ഊന മിൻ ദൂനില്ലാഹ് ഫഅവൂ ഇലൽ കഹ്ഫ് യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ എന്നാണ്. ഗുഹാവാസികൾ അന്യോന്യം അടക്കം പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടുകാരെയും അവരുടെ ആരാധ്യന്മാരെയും ഒഴിവാക്കിയ സ്ഥിതിക്ക് ഫഅവൂ ഇലൽ കഹ്ഫ്, ഗുഹയിൽ അഭയം തേടുക. ഗുഹയിൽ അഭയം തേടിയാൽ യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി, നിങ്ങളുടെ റബ്ബ് അവൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളമായി നൽകുന്നതാണ്, വിശാലമായി നൽകുമെന്നാണ്. യഥാർത്ഥത്തിൽ പട്ടണത്തിൽ അവിടുത്തെ ആദർശം അനുസരിച്ച് ജീവിക്കുകയാണ് എങ്കിൽ കൊട്ടാരവാസവുമാണ്, സുഖജീവിതമാണ്. ഇവരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കൊട്ടാര സുഖം ഒഴിവാക്കി നാട്ടിലുള്ള ജീവിതവും വേണ്ടെന്ന് വെച്ച് നാട്ടിൽ ആദർശം ഒഴിവാക്കിയിട്ട് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ സുഖമാണ്. പക്ഷെ ആദർശത്തിൽ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ സുഖമല്ല, പിന്നെയോ പീഡനമാണ്, കൊലയാണ്. അതുകൊണ്ടാണ് അവർ പലായനം ചെയ്തത്.
എവിടേക്ക്? ഗുഹയിലേക്ക്. അവരന്യോന്യം പറയണം ഫൗലൽക്ക്, നമുക്ക് ഗുഹയിൽ അഭയം തേടാം. ഗുഹയിൽ എന്താ ഉള്ളത്? യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മത്തി, നിങ്ങളുടെ റബ്ബ് അവൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് വിശാലമാക്കി നൽകും എന്നാണ് പറഞ്ഞത്. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് ഗുഹയിൽ വിശാലമാക്കപ്പെടുന്ന, നമ്മളൊരു ഗുഹക്കുള്ളിലാണെങ്കിലും അതിൽ വിശാലമായി ലഭിക്കുന്ന റഹ്മത്താണ്. ആ റഹ്മത്ത് ഗുഹാവാസികൾക്ക് ലഭിച്ചു. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്ര, അതെങ്ങനെ, എവിടെ, അത് അള്ളാഹുവിനാണ് അറിയാം. ആ റഹ്മത്ത് നമ്മൾ തേടുകയും അള്ളാഹുവിനോട് ഇരക്കുകയുമാണ് വേണ്ടത്. സൂറത്ത് കഹ്ഫിൽ തന്നെ മറ്റൊരു സംഭവം നമ്മൾ വായിക്കുന്നത്, വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീനതി വകാന തഹ്തഹു കൻസുൻ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ധഹുമാ വയസ്തഖ്രിജ കൻസഹുമാ റഹ്മതൻ മിൻ റബ്ബിക്. രണ്ട് യതീം കുട്ടികളെ കുറിച്ച് പറയാം. അവരുടെ ഒരു സ്വത്തുണ്ടായിരുന്നു. ആ സ്വത്ത് ഒരു പട്ടണത്തിൽ ഒരു മതിലിൻ്റെ ചുവട്ട സൂക്ഷിക്കപ്പെട്ടതാ. ആരാ സൂക്ഷിച്ചത്? ഈ കുട്ടികളുടെ വാപ്പ ജീവിച്ച നാളിൽ കുട്ടികൾ അപ്പോൾ യതീമാണ്. അവർ വലുതായിട്ട് അവരിത് പുറത്തെടുക്കാനാണ്. മതിൽ പൊളിഞ്ഞാടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അക്രമികളായ നാട്ടുകാർ, പിശുക്കന്മാരായ നാട്ടുകാർ അത് സ്വത്തെടുത്തുകൊണ്ടോ. അതുകൊണ്ടാണ് ഖദീർ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ വഴിയെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ മതിൽ പണിത് ആ സ്വത്തിനെ സംരക്ഷിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്വത്ത് സംരക്ഷിക്കാൻ കാരണം ആ വാപ്പ സാലിഹായ വാപ്പയായിരുന്നു എന്നുള്ളതാണ്. വകാന അബൂഹുമാ സ്വാലിഹ, ഈ യതീം കുട്ടികളുടെ വാപ്പ സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ പ്രായപൂർത്തി എത്തിയിട്ട് അവരുടെ സ്വത്ത് അവരുടെ കയ്യിൽ വരാൻ വേണ്ടിയിട്ടാണ് ആ സ്വത്ത് മതിൽ നേരെയാക്കിയിട്ട് ആ സ്വത്തിനെ സംരക്ഷിച്ചത്. ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? റഹ്മത്തൻ മിൻ റബ്ബിക്, നിൻ്റെ റബ്ബിൽ നിന്നുള്ള റഹ്മത്താണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് നോക്കൂ നിങ്ങൾ. ആ സാലിഹായ വാപ്പക്ക് നേരെയുള്ള അള്ളാഹിൻ്റെ റഹ്മത്താണ്. അതെന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തി ഈ കുട്ടികളിൽ വരെ അതിൻ്റെ ഫലം, അടയാളം ദൃശ്യമാകുന്ന അവസ്ഥയുണ്ടായത്. അപ്പോൾ വിശാലമാണ് റബ്ബിൻ്റെ റഹ്മത്ത്. ആ റഹ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആയിരക്കുക. അള്ളാഹുവിൻ്റെ റഹ്മാൻ അർ റഹീം, റഹ്മാൻ അർ റഹീം എന്ന നാമങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഏതാനും കാര്യങ്ങൾ വിശദീകരിച്ചത്.